കോടാലിയിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ അവിടെ തറ പൊളിച്ചുള്ള പരിശോധന നടത്തുകയാണ്. ലിഷോയ്, അവിടെ നിരന്തരമായി പാമ്പുകളെ കാണുന്നു എന്നുള്ളതൊരു വലിയ പേടി സ്വപ്നമാണ് വീട്ടുകാർക്ക് മാത്രമല്ല അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും. ഇപ്പോൾ പരിശോധന എവിടെ പുരോഗമിക്കുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു? പാമ്പുകളുടെ മുട്ടയോ സാന്നിധ്യമോ പാമ്പും കുഞ്ഞുങ്ങളെയോ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെയ്ക്കൊന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഇവിടെയാണ് ഈ തറയുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുട്ടയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമാണ് വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ സർപ്പ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ കരുതുന്നത്. അതാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയൊക്കെ തന്നെ ഇങ്ങനെ നടത്താനായുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതിപ്പോൾ നമുക്കൊരു വളരെ പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയാണല്ലോ ശരിക്കും. ഇതിപ്പോൾ ഇന്നത്തോണ്ടൊരു അവർ തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഇതിപ്പോൾ കിട്ടില്ലെങ്കിൽ ആ ഭാഗം മൊത്തം സിമെന്റ് ഇട്ട് അടച്ച് ഒട്ടും പാമ്പ് വരാത്ത രീതിയിൽ ഒരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു 3-4 കുറച്ച് ദിവസം അവൻ്റെ മോൻ വരേണ്ടതാണ്. അതിന് മുന്നേ ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഇതിപ്പോൾ അതായത് ഇന്നലെ തൊട്ട് ഒരു വീടിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ കൂടി ഒരു ആശങ്കയാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വന്നു അങ്ങനെ വരുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞൊരു വളരെ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തോടെ നമുക്ക് ഇതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം അവർ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്? ഇല്ല, ഫസ്റ്റ് ഒരു ദിവസം കിടന്നുള്ളൂ, പിന്നെ കിടന്നില്ല. അപ്പോൾ 2ാമത്തെ ദിവസം കണ്ടപ്പോൾ സർപ്പ ടീം പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ കിടക്കണ്ട, മാറിക്കോളൂ, ഇനി പാമ്പ് വരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതന്നെ ഇവിടുന്ന് മാറിയിട്ട് വരെ തൊട്ടടുത്ത വീട്ടിലാണ് അവർ താമസിച്ചിരുന്നവർ. അപ്പോൾ ഇന്നലെയൊക്കെ എന്താ ഉണ്ടായത് ശരിക്കും? നിങ്ങളൊക്കെ നോക്കിയിരുന്നോ? ഇന്നലെ വൈകിട്ട് ഒരു 7:30 പാമ്പ് വന്നു. അപ്പോൾ ഇവർ വിളിച്ചിട്ട് ഇവർ കൊണ്ടുപോയി, പാമ്പ് കുഞ്ഞിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വൈകിട്ട് അത് പോയി കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തെളിച്ചു കഴിഞ്ഞപ്പോൾ 10 മണിയായപ്പോൾ വീണ്ടും വന്നു. ഈ പാമ്പ് വന്നത് ഈ ബാത്റൂമിൻ്റെ ഹോളുണ്ടല്ലോ, ഹോളിൻ്റെ അവിടെ തന്നെ വന്നത്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവിടെ തന്നെ ആവുള്ളൂ പാമ്പ്, 90% ഇവിടെ തന്നെ ആവുള്ളൂ പാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് ഒരു 9 മണിയാകുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവരെല്ലാവരും എത്തുന്നുണ്ടാ. എല്ലാവരും വിളിച്ചു പുറത്ത് തന്നെ എല്ലാവരും അപ്പോൾ സ്പോട്ടിലൂടെ എല്ലാവരും വരുന്നുണ്ട്. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ പാമ്പിനെ കിട്ടണില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇന്നൊരു പറഞ്ഞേക്കുന്നത് ഇന്നിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാം, കിട്ടില്ലെങ്കിൽ വരാത്ത രീതിയിൽ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ആശങ്ക തീരട്ടെ, അതിനുവേണ്ടി നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളിതിൻ്റെ പിന്നാലെ ഈ സിൽജോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ സിൽജോ എന്ന് പറയുള്ളൂ, കൂട്ടുകാരൻ എൻ്റെ സിൽജോ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീടാണത്. എനിക്കും 2 പെൺകുട്ടികളുള്ളത്. ഇവൻ്റെ പോലെ തന്നെ പെൺകുട്ടികളും എൻ്റെ കുട്ടിയുടെ അത് കൂട്ടുകാരാണ് അവൻ. അപ്പോൾ നമുക്കുള്ള ആശങ്കയും ഉണ്ട്. അപ്പോൾ എന്നെക്കാരും ഒരുപാട് കൂടുതൽ ആശങ്ക ഉള്ളതാണ് അവന്. ഇവൻ്റെ വീട്ടിലാണ് സംഭവിച്ചത്. അപ്പോൾ നാളെ ഇതുപോലെ ഈ ഭാഗം എന്നല്ല ഈ നാട്ടിലൊരു വീട്ടിലും ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടെ ഈ മേഖലയിൽ പാമ്പ് ശല്യമൊക്കെ ഉള്ളതാണോ ശരിക്കും? പാമ്പ് ശല്യം ഉണ്ട്. ഇവിടെ നിന്നിട്ട് അറ്റം വരെ എനിക്ക് അറിയുന്ന ഏരിയയാണ്. ഒരു 6 മാസം മുന്നേ കുറച്ചപ്പുറത്ത് ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ 4 വയസ്സായ ഒരു കൊച്ചിനെ വെള്ളിക്കട്ടം കടിച്ചാണ്. അപ്പം അറിഞ്ഞ തന്നെ കൊണ്ടുപോയി എന്നെ രക്ഷപ്പെട്ടു. പാമ്പിൻ്റെ ഉണ്ട്, കുരങ്ങനുണ്ട്, പിന്നെ ഈ കാട്ടുപന്നി ഉണ്ട്, മലയണ്ണാനുണ്ട്, എല്ലാത്തിനും ശല്യമുള്ള ഏരിയയാണ് ഇവിടെ. ഈ തൊട്ടടുത്ത് കാടാണോ? ഇത് ലാസ്റ്റ് വീടാണോ? ഇത് കുന്ന് കഴിഞ്ഞാൽ ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കോടശ്ശേരി മലയാണ് പൊന്നിൽ. ഇവിടെ പണ്ടൊക്കെ ഇവിടെ ജനവാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാട്ടുപന്തിനും അതൊക്കെ ശല്യമായതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് ഇറങ്ങി പോയി. പിന്നെ ഇവിടെ ഈ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ കുറച്ചാളായിട്ടുള്ള മുറിച്ചത്. ഈ റബ്ബർ മുറിച്ചപ്പോൾ അതിന് പിന്നെ ഒരു ചൂടാണല്ലോ, ചൂടായപ്പോൾ ഓട്ടോമാറ്റിക് വന്നതാവണ സാധ്യത. പിന്നെ വെള്ളിക്കട്ടം പിന്നെ അതിൻ്റെ കുഞ്ഞ് പല്ലിമുട്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അതിന് കുറച്ച് വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ് അമ്മ പാമ്പ് പോയിണ്ടാവും. ഇപ്പം അത് കാരണം ഇപ്പം അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആശങ്ക എന്ന് പറയുന്നത്. ഇത് കണ്ടെത്താനായി ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. രാവിലെ മുതൽ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഡ്രില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന. സുരക്ഷിതമായി ഇനിയെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ കഴിയണമെന്നുള്ളതാണ് ആ വീട്ടുകാരുടെ ആഗ്രഹം. വീട്ടുകാരുടെ മാത്രമല്ല നാട്ടുകാരുടെയും ആഗ്രഹമാണെന്ന് ആ പ്രദേശവാസി പറയുകയും കൂടി ചെയ്തിട്ടുണ്ട്.